ഹലോ, ഞാൻ ഇന്ന് മുട്ട ബിരിയാണി വെക്കാൻ പോണേന്. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ഒരു 8 പച്ചമുളക്, ഒരു വലിയ കഷ്ണം ഇഞ്ചി, കുറച്ച് കൊച്ചുള്ളി, ഒരു തുടം വെളുത്തുള്ളി, ഒരു 5 സവാള, 2 തക്കാളി, 10 മുട്ട. മെയിനായിട്ട് വേണ്ടത് 10 മുട്ട, മല്ലിച്ചീര, പൈനാപ്പിൾ, പിന്നെ ജീരകശാല അരി ഞാൻ 1 മണിക്കൂറായി വെള്ളത്തിലിട്ടിട്ട്. ഇച്ചിരി നേരം കൂടിക്കിടന്നുകൊണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിൻ്റെ സൈഡായിട്ട് വെക്കാൻ ഞാൻ ചിക്കൻ പൊരിച്ച് വെക്കും. മുട്ട ബിരിയാണിയാണ്, അതിൻ്റെ കൂടെ ചിക്കൻ പൊരിച്ചത് ഞാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് വെക്കണമെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഇത് 5 സവാള ഞാൻ അരിഞ്ഞത് 2 വെച്ചിട്ടുണ്ട്. ഇതിൽ പകുതി പൊരിച്ചെടുക്കാം. ഇത് ഗോൾഡൻ കളറാവുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ പൊരിക്കാനായിട്ട് മസാല തേക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതൊരു സ്പെഷ്യൽ മസാലയാണ്. കാന്താരി മുളകാണ് കേട്ടോ. ഇതിട്ട് കൊടുക്കാം കുറച്ച്. പിന്നെ നാരങ്ങ നീര്, ഒരു ചെറുനാരങ്ങൻ്റെ നീര്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ പോരാണ്ട്, 1 സ്പൂൺ പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ ഇട്ടുണ്ട്. ഇതെല്ലാം കൂടെ കൈ കൊണ്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കും. മിക്സ് ചെയ്ത് ഇനി ഇത് 1 മണിക്കൂറോ 2 മണിക്കൂറോ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇപ്പോൾ അതേ സവാള പൊരിച്ചു ഒരു എണ്ണയിലേക്ക് ഞാൻ ഈ ബാക്കിയുള്ള സവാള ഇടുന്നുണ്ട്. ഇതൊന്ന് നല്ലപോലെ വഴറ്റിയെടുക്കണം. നല്ലപോലെ വഴന്ന് വരണം. ഇത് സവാള ഇവിടെ നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. ഒരു ലൈറ്റ് ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇതിലേക്ക് ചതച്ച് വെച്ച പച്ചമുളകും കൊച്ചുള്ളി വെളുത്തുള്ളിയൊക്കെ ഇത് നല്ലപോലെ ഒന്ന് വാടി വെക്കും. അപ്പോൾ ഇത് നല്ലപോലെ ഇവിടെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിച്ചീരയും പുതിനയും ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ 2 തക്കാളി എടുത്ത് വെച്ചില്ല, അത് മിക്സിയിലിട്ടൊന്ന് അടിച്ചതാണ്. ഒരുപാട് പേസ്റ്റ് പോലെ ആവേണ്ട, കഷ്ണം പോലെ ഇട്ടു അങ്ങനെ അരച്ചെടുക്കണം. ഇനി അതിൻ്റെ ഒപ്പം തന്നെ പൊടികളിടണം. കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഒരു നുള്ള് മുളക് പൊടി, ചിക്കൻ മസാല കണ്ട കുറച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ വെച്ചെടുത്തിട്ടുള്ളൂ. കാരണം ഇതിന് ഒരുപാട് മസാല വേണ്ട, ഇറച്ചി വെക്കണ പോലെ വേണ്ട. ഇത് ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ പച്ചക്കുത്ത് മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതുവരെ ഇതിലേക്ക് ഉപ്പിട്ടിട്ടില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് അധികമാകണ്ട, കുറച്ച്. ഇനി മുട്ടയിടും. ഈ മുട്ട ഇടിക്കിടന്ന് നല്ലപോലെ ഒന്ന് കരണ്ട് വരട്ടെ. അപ്പോൾ ഞാനിതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. അപ്പോൾ ഇത് തക്കാളി അടിച്ച മിക്സിൻ്റെ ജാറിൽ കുറച്ച്, അധികം ഒഴിക്കരുത് കേട്ടോ, കുറച്ച് വെള്ളം അത് ഒഴിച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി ഇത് മാറ്റി വെക്കാം. ഇനി അടുത്തത് ചോറിൻ്റെ പണി നോക്കാം നമുക്ക്. ഇതിങ്ങനെ ഇരിക്കട്ടെ ഇടാം. ഇത് അരി പുഴുങ്ങി എടുക്കാനുള്ള കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. 1/2 kg ഉണ്ടെങ്കിൽ 1/2 kg ഒഴിക്കട്ടെ. ഇവിടെ 1/2 kgൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ടിട്ടാണ്. ഇനിയിപ്പോൾ ഇതിൽ കുരുമുളക്, പട്ട, ഗ്രാമ്പ്, ഏലക്ക ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കുക. ഒന്ന് പൊട്ടട്ടെ. ഇപ്പോൾ അതെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതേ ഇതിൽ ഒരു പാത്രം അരിയാണ്. അപ്പോൾ ഇതിൽ ഞാൻ 1.5 പാത്രം വെള്ളമാണ് എടുക്കുന്നത്. നമ്മൾ ഏത് പാത്രത്തിലാണ് അരി എടുക്കുന്നത് ആ പാത്രത്തിൽ കണക്കാക്കി എടുക്കണം വെള്ളം. ഇപ്പോൾ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉപ്പ് ഇട്ടിട്ടില്ല. ആവശ്യത്തിനുള്ള ഉപ്പ്, ഇനി കുറച്ച് മല്ലിയിലും പുതിനയിലും
വെള്ളം തിളക്കാണ്ട് അരി ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ വേറെ സാധനം വയ്ക്കുന്നുണ്ട്. പൈനാപ്പിളും ഒരു ചെറുനാരങ്ങൻ്റെ പകുതിയും കൂടെ ഇട്ടാൽ തൈരില്ലാത്തത് കൊണ്ടിട്ടാണ് ഇതും കൂടെ ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ടൈമിന് ഉപ്പൊക്കെ നോക്കി, ഉപ്പില്ലെങ്കിൽ ഉപ്പൊക്കെ കറക്റ്റ് ചെയ്തിടണം കേട്ടോ. അടച്ചേക്ക്. ഇത് ഇവിടെ ചോറ് റെഡി ആയിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് ഞാൻ ഇളക്കിയൊക്കെ നോക്കിയായിരുന്നു. ഇത് തീ സ്ലിമ്മിലിട്ടതാണ് കേട്ടോ. അപ്പോൾ ചോറ് റെഡി ആയിട്ടുണ്ട്. നേരത്തെ സവാള പൊരിച്ചോരി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് കുറച്ച് ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. കുറച്ചിട്ട് കൊടുത്താൽ മതി. ചോറ് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചോറിട്ടൂടെ ദം ചെയ്യാൻ പോണേണ്. അതൊക്കെ സവാള ഇട്ട് കൊടുക്കുക. കുറച്ച്, അധികം വേണ്ട കേട്ടോ, കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ മേളിൽ. ഇത് നമുക്ക് ദം ചെയ്യാം. ഒരു 10 മിനിറ്റ് ഇങ്ങനെ അടച്ചു വെക്കാം. ചെറിയ തീയിൽ കേട്ടോ, വലിയ തീ ഇടണം, ചെറിയ തീയിൽ. ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ ചിക്കൻ പൊരിക്കാൻ വെച്ചേക്കണം. ഇപ്പം ഇവിടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇത് സാധാ മറ്റേ ബിരിയാണി പോലെയൊന്നും ഇതാക്കണ്ട. ഞാൻ പൊട്ടിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. കണ്ട. അപ്പം അങ്ങനെ നമ്മുടെ മുട്ട ബിരിയാണി റെഡിയായി. ഞാനൊരു കളറും ചേർത്തിട്ടില്ല കേട്ടോ ഇതിനകത്ത്. ഇപ്പം ഞാനിപ്പോൾ വെക്കാൻ മതി. എപ്പോഴും ചിക്കൻ ബിരിയാണി അത് വെക്കല്ലേ, ചിക്കൻ പൊരിച്ചത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.